ഓർ ഡൈ. ഇതാണ് ഹൈക്കമാൻഡ് KPCCക്ക് കൊടുത്തിരിക്കുന്ന ഉപദേശം അല്ലെങ്കിൽ നിർദ്ദേശം. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരം പിടിച്ചെടുത്തില്ലെങ്കിൽ UDF എന്ന സംവിധാനം കാണില്ല, കോൺഗ്രസ് എന്ന പാർട്ടി ശിഥിലമായി പോകും. അതുകൊണ്ട് തന്നെ KPCC വളരെ ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ നീക്കുന്നു. ഒരു മുഴം മുമ്പേ എറിഞ്ഞിരിക്കുന്നു കോൺഗ്രസ്. വരുന്ന ജനുവരി 25 55 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് കോൺഗ്രസ്. കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇലക്ഷന് മുമ്പ് അല്ലെങ്കിൽ ഇലക്ഷന് വളരെ മുമ്പ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നത്. സാധാരണ കോൺഗ്രസ് അടുക്കുമ്പോൾ ഇലക്ഷൻ ഒരു മാസമുള്ളപ്പോൾ സ്ഥാനാർത്ഥികളെ തട്ടിക്കൂട്ടിയെടുക്കുകയായിരുന്നു രീതി. സ്ഥാനാർത്ഥികളാകാൻ വേണ്ടി അടി നടക്കും, ഗ്രൂപ്പ് സമവാക്യം നടക്കും, അങ്ങനെ പലവിധം പ്രശ്നങ്ങൾ കോൺഗ്രസ്സിന് അഭിമുഖീകരിക്കേണ്ടി വരുമായിരുന്നു. ഇത്തവണ നേരത്തെ തന്നെ 55 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് അവരെ അവരുടെ മണ്ഡലങ്ങളിലേക്ക് പറഞ്ഞയക്കുകയാണ് കോൺഗ്രസ്. ചുരുക്കത്തിൽ ഒരു മുഴം മുമ്പേ എറിഞ്ഞിരിക്കുന്നു കോൺഗ്രസ്. സർക്കാരിനെതിരെ ശക്തമായ പ്രതിഷേധമുയർത്താനുള്ള കാരണങ്ങൾ കോൺഗ്രസ് നിരത്തുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയാണ് കോൺഗ്രസിന് പിടിവള്ളിയായി നിന്നത്. പക്ഷേ അതിപ്പോൾ തിരിച്ചടിച്ചിരിക്കുകയാണ്. അടൂർ പ്രകാശിനെയും ആൻ്റണിയെയും ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം തീരുമാനിച്ചതോടെ കോൺഗ്രസ് ശബരിമല സ്വർണ്ണക്കൊള്ള ആരോപണത്തിൽ നിന്ന് പിന്നോട്ട് പോകും. അതിനു പകരം ശക്തമായ പ്രവർത്തനം, സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ച് ശക്തമായ പ്രവർത്തനം തുടങ്ങാനാണ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. യുവ താരങ്ങളും പഴയ മുഖങ്ങളും മത്സരിക്കും. അബിൻ വർക്കി, അച്ചു ഉമ്മൻ തുടങ്ങിയ യുവതാരങ്ങൾ കോൺഗ്രസിൻ്റെ പട്ടികയിൽ ഉണ്ടാകും. അതോടൊപ്പം BD സതീശനും രമേശ് ചെന്നിത്തലയും അടക്കമുള്ള പഴയ മുഖങ്ങളും. എന്തായാലും 55 മണ്ഡലങ്ങൾ ഉറപ്പായും പിടിക്കണമെന്നാണ് KPCCയുടെ ഉദ്ദേശം. KPCC ശക്തമായ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. 55 മണ്ഡലങ്ങൾ പിടിച്ചു കഴിഞ്ഞാൽ മുസ്ലിം ലീഗിൻ്റെ സീറ്റും കൂടി ആകുമ്പോൾ 80-നും 90-നും ഇടയ്ക്ക് സീറ്റുകൾ നേടി അധികാരത്തിൽ വരാം എന്നാണ് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത്. CPM-നെ ഞെട്ടിക്കുന്ന നീക്കം തന്നെയാണ് കോൺഗ്രസ് എടുത്തിരിക്കുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ K മുരളീധരൻ ഇത്തരമൊരു നീക്കം നടത്തിയിരുന്നു. തിരുവനന്തപുരം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സാണ് ആദ്യമായി സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ്സിന് സീറ്റ് നില വർദ്ധിപ്പിക്കാനും കഴിഞ്ഞു. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വളരെ നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാൻ വളരെ നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ തീരുമാനിച്ച് മുന്നോട്ട് പോകാൻ കോൺഗ്രസ് എടുത്ത തീരുമാനം ശ്ലാഘനീയമാണ്. കാരണം കോൺഗ്രസ് ശക്തമായി ഉയർത്തെഴുന്നേൽക്കുന്നു എന്ന് തന്നെയാണ് ഈ തീരുമാനത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. അനൗദ്യോഗികമായിരിക്കും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുക. അതിനുശേഷം ഔദ്യോഗികമായ സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനം ഫെബ്രുവരിയോടുകൂടി നടക്കും. എന്തായാലും ഔദ്യോഗികമായി കോൺഗ്രസ് UDFിന് വേണ്ടി മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനം ഫെബ്രുവരിയിൽ നടത്തും. ചുരുക്കത്തിൽ മുസ്ലിം ലീഗിനെ പോലും വെല്ലുന്ന കേഡർ ചിട്ടയോടുകൂടി പ്രവർത്തിക്കാനാണ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. കോൺഗ്രസിൻ്റെ ഈ നീക്കം CPM വളരെ ജാഗ്രതയോടെ ഉറ്റുനോക്കുന്നു. CPM പൊതുവെ സ്ഥാനാർത്ഥികളെ നേരത്തെ പ്രഖ്യാപിക്കാറുണ്ട്. BJPയും നേരത്തെ പ്രഖ്യാപിക്കാറുണ്ട്. പക്ഷേ കോൺഗ്രസിൻ്റെ കാര്യം അങ്ങനെയല്ല. അവർ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമ്പോൾ വൈകും, പ്രചരണം തുടങ്ങുമ്പോൾ വൈകും. എങ്കിലും ഒരു ജനക്കൂട്ടം വന്ന് ജനക്കൂട്ടത്തിൻ്റെ വോട്ട് കൊണ്ട് കോൺഗ്രസ് ജയിച്ചു പോകുന്ന സ്ഥിതിവിശേഷമാണ് നിലവിൽ ഉള്ളത്. എന്തായാലും ഇത്തവണ നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ മണ്ഡലങ്ങളിലേക്ക് പറഞ്ഞയക്കുകയാണ് KPCC. ഹൈക്കമാൻഡ് വളരെ ശ്രദ്ധാപൂർവം കേരളത്തിലെ തെരഞ്ഞെടുപ്പ് വീക്ഷിക്കുന്നു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നേടിയ മിന്നുന്ന വിജയം നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉറപ്പാക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പ്രതീക്ഷിക്കാത്ത ഒരു മുന്നേറ്റമാണ് കാഴ്ചവെച്ചത്. പ്രത്യേകിച്ചും കൊല്ലം, തൃശ്ശൂർ തുടങ്ങിയ ജില്ലകളിൽ, അവിടെയൊക്കെ പത്തനംതിട്ടയിലും ഒക്കെ
വളരെ ശക്തമായ രീതിയിൽ മുന്നേറാൻ കോൺഗ്രസ്സിന് സാധിച്ചു. അത് അതേപടി നിലനിർത്താൻ, ആ ടെമ്പോ അതേപടി നിലനിർത്താനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത്. എന്തായാലും കോൺഗ്രസിൻ്റെ ഈ നീക്കം കിടുക്കാച്ചി നീക്കം തന്നെയാണ്.